പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഇന്ന് ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം, പുത്തൻ പുലരി ദൈവമായ കർത്താവ് നമുക്ക് ദാനം തന്നു. അത് കാണുവാൻ തക്കവണ്ണം ആയുസ്സിനെയും ആരോഗ്യത്തെയും ബലത്തെയും തന്ന കർത്താവിൻ്റെ നാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ദൈവം നമുക്ക് ആയുസ്സിനെയും ആരോഗ്യത്തെയും നീട്ടി ഇന്നും ദൈവജനത്തെ ചുറ്റാകിയിരിക്കുവാൻ കർത്താവ് കൃപ തന്നതോർത്ത് കർത്താവിന് എല്ലാ നന്ദിയും കരേറ്റിക്കൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി അതിനാധാരമായി എബ്രായ ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 28. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക. ഹല്ലേലൂയ. വാക്യം ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൻ്റെയാണ്. ഇതിനു മുമ്പ് വിശ്വാസ വീരന്മാരുടെ പട്ടികയും അവരുടെ പ്രയത്നവും അവരുടെ അധ്വാനവും വിശ്വാസത്താൽ നിന്ന കാര്യവും കഴിഞ്ഞ്, ആകയാൽ നാം സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വിശ്വസിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്ന് പറയുന്ന അധ്യായം തുടങ്ങി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി യേശുവിനെ പരിചയപ്പെടുത്തി നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടവനെ ഹൃദയത്തിൽ, അതേ വിരോധം സഹിച്ചവനെ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊള്ളുവാൻ യേശു കർത്താവിനെ വിശ്വാസത്തിന്റെ നായകനും ഓദർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ പരിചയപ്പെടുത്തിയതിന് ശേഷം ആ അധ്യായം തീരുമ്പോൾ അതേ നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നാം എത്തിച്ചേരുന്നതും നാം എന്തിനാണ് ഭൂമിയിൽ നിയോഗിക്കപ്പെട്ടത്, എങ്ങോട്ടാണ് എത്തുന്നതും എവിടേക്കാണ് നമ്മളെ എത്തിക്കുന്നതും എന്നുള്ള യാഥാർത്ഥ്യം ഒറ്റ വാക്യത്തിൽ ഒരു കൺക്ലൂഷനായിട്ട് പറയുന്ന വാക്കുകളാണ് ആകയാൽ എന്ന് പറഞ്ഞാൽ മേളിൽ പറഞ്ഞതിന്റെ മുഴുവൻ ആകത്തുകയായിട്ട് പറയുക. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടി സേവ ചെയ്യുക. അപ്പൊ നമ്മളെക്കുറിച്ച് ഒരു ദൗത്യമുണ്ട്, നമ്മളെക്കുറിച്ച് ഒരു ഡ്യൂട്ടി ഉണ്ട്. അതായത് അൾട്ടിമേറ്റ് ആയിട്ട് പരമപ്രധാനമായി അന്തിമ ലക്ഷ്യം, ഒരേ ഒരു ലക്ഷ്യം, അന്തിമത്തെ ഏറ്റവും ആ ലക്ഷ്യം എന്ന് പറയുന്നത് ഇളകാത്ത രാജ്യം പ്രാപിക്കുക എന്നുള്ളതാണ്. ഇളകാത്ത രാജ്യം എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ഒരു ഇളകാത്ത രാജ്യം, ഈ ഭൂമിയിലെ സകല രാജ്യങ്ങളും ഇളകും. അത് എത്ര ശക്തമാണെങ്കിലും. അതുകൊണ്ടാണ് ദാനിയേൽ കണ്ടത് ഒരു കല്ല്, ദാനിയേൽ സ്വപ്ന വ്യാഖ്യാനത്തിൽ ഒരു കല്ല് കൈതൊടാതെ പറഞ്ഞു വന്ന് ആ ഉണ്ടായ സാമ്രാജ്യത്തെ മുഴുവൻ തകർത്തതുപോലെ സാമ്രാജ്യങ്ങൾ മുഴുവൻ തകർന്നു പോകും. എന്നാൽ ഇളകാത്ത രാജ്യം അത് സ്ഥാപിക്കാനായിട്ട് യുഗങ്ങളുടെ അതേ യുഗപ്രഭാവനായ യേശു കർത്താവിന് മാത്രമേ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ലോക സൃഷ്ടിതാവായ ചരിത്രത്തിൽ അതേ ഇടം പിടിച്ചിട്ടുള്ള AD-BC ആയിട്ട് വിഭജിച്ച ചരിത്ര പുരുഷനായ യേശു കർത്താവിനല്ലാതെ ആ ഇളകാത്ത രാജ്യം സ്ഥാപിക്കാൻ കഴിയില്ല. ആ ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന്, അതിനകത്തെ സിറ്റിസൺ ആകേണ്ടതിന്, ആ ഇളകാത്ത രാജ്യം പ്രാപിക്കണമെങ്കിൽ നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടി സേവ ചെയ്യുക. അപ്പൊ ഇതിന് മുമ്പോട്ടുള്ള ഭാഗം ആലോചിക്കണം. മുമ്പുള്ള ഭാഗം പറയുന്നത്, എബ്രായ ലേഖനം പറയുന്നു നാം ഇനി എന്താണ് ചെയ്യേണ്ടത്. അപ്പോ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഒരു ദൗത്യമുണ്ട്, അതേ നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാൻ സാധ്യതയുണ്ട്. മുമ്പ് പറയുന്നു ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടസ്ഥിരതയോടെ ഓടണം. അപ്പോൾ ഈ ഓട്ടത്തിനകത്തൊരു സ്ഥിരത ഉണ്ടാകണം. സ്ഥിരത ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ യാത്രയ്ക്കകത്ത് പാപവും ഭാരവും മുറുകെ പറ്റുന്നതും അത് വിട്ടുകളയണം. അത് വിട്ടുകളഞ്ഞിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി നമ്മൾ മാത്രം ഇരിക്കണം. ആ ലക്ഷ്യസ്ഥാനമെന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനെ യേശുവിനെ മാത്രം നോക്കുക. കാരണം യേശു കർത്താവ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു മാത്രമേ വഴിയുള്ളൂ, യേശു മാത്രമേ ജീവനുള്ളൂ, യേശു മാത്രമേ സത്യമുള്ളൂ. ആ വഴിയായ കർത്താവിൽ മാത്രം നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു പറഞ്ഞാൽ ആ വഴിയെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുക. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ആ യാത്രയ്ക്കകത്ത് ഒരു സാധ്യതയുണ്ട്. ഈ യാത്ര ചെയ്യുമ്പോൾ ഓട്ടത്തിലോ നടപ്പിലോ മുന്നോട്ടുള്ള യാത്രയിൽ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്ത വാക്യം പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ.
ചുറ്റും നോക്കുമ്പം, സാഹചര്യങ്ങളെ നോക്കുമ്പം, മറ്റുള്ളവരെ നോക്കുമ്പം ഓടി അതേ ശക്തന്മാരായ അതേ ധീരന്മാരായവർ, മുന്നിൽ പോയവർ ഓടി തളർന്നു കിടക്കുന്നത് കാണുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്തതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ ഇങ്ങനെയുള്ള ഉപദ്രവം നേരിട്ടവനെ ഹൃദയത്തിൽ, ഇങ്ങനെയുള്ള ഉപദ്രവം സഹിച്ചവനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊള്ളുവിൻ. എന്താ ചെയ്തത്? മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി. ഏത് സന്തോഷം? ഈ ലോക ജനത്തെ സ്നേഹിച്ചവരെ രക്ഷിക്കണമെന്നുള്ള, ചോര ഊറ്റിത്തന്നവരെ രക്ഷിക്കണമെന്നുള്ള ആ സന്തോഷം ഓർത്തിട്ട്, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നീ രക്ഷിക്കപ്പെട്ടത് ഓർത്തിട്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടത് ഓർത്തിട്ട്, കർത്താവിന്റെ രാജ്യത്തിൽ ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ തക്കവണ്ണം നമ്മളെ യോഗ്യരാക്കി തീർത്ത ആ സന്തോഷം ഓർത്തിട്ട്, മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്തിട്ട് അവൻ അപമാനം അലക്ഷ്യമാക്കി, ക്രൂശിനെ സഹിച്ചു. അതാണ് ക്രൂശിനെ സഹിച്ചു. അതുകൊണ്ട് ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ അവനെ മാത്രം, ആ കർത്താവിനെ മാത്രം നോക്കണം. അങ്ങനെ നോക്കി മുന്നോട്ട് പോകുമ്പോഴാ ആകത്തുക. ഇതുകൊണ്ട് ലോകം തകർന്നു പോയവരുണ്ട്, ഇത് നോക്കി മുന്നോട്ട് പോയിട്ട് എത്തിപ്പെടാത്തവരുണ്ട്, ലക്ഷ്യസ്ഥാനത്ത് നിന്ന് വഴി തെറ്റിപ്പോയവരുണ്ട്, യാത്ര പൂർത്തിയാക്കാത്തവരുണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് പറയുകയാണ്. ഇനി ചിലർ ശിക്ഷാവിധിയിൽ അകപ്പെട്ടിട്ടുണ്ട്, ചിലര് ഒരു ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞപ്പോൾ യേശാവിനെ പോലെ അഭക്തന്മാരായി തീർന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം പറയുക, ആകയാൽ. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ആകയാൽ എന്നൊറ്റ വാക്കി പറഞ്ഞ സം അല്ലെങ്കിൽ ടോട്ടൽ, ആകയാൽ. എല്ലാത്തിന്റെ ആകത്തു ഒരു കൺക്ലൂഷനായിട്ട് ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും ചിതറിക്കിടക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു വസ്തുത പറയാം. ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന് നാം നന്ദിയുള്ളവരായി, നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനോട് നന്ദിയുള്ളവരായി, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന് നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ്, ഭക്തിയോടും ഭയത്തോടും കൂടെ നമ്മുടെ സേവ ചെയ്യുക, നമ്മുടെ ദൗത്യം പൂർത്തിയാക്കുക. ദൈവത്തോടുള്ള ഭക്തിയോടെ, അപ്പൊ തന്നെ ഭയത്തോടെ നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കാൻ ഒരാഹ്വാനം എബ്രായലേഖന കർത്താവ് തരിക. ഈ വാക്യത്തിൽ ഇളകാത്ത രാജ്യം പ്രാപിക്കേണ്ടതിന് അതിനായി ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, ഇന്നത്തെ പ്രഭാതത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ നന്ദിയുള്ളവരായി ഭയത്തോടെ ഭക്തിയോടെ സേവ ചെയ്യാൻ അന്ത്യത്തോളം ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ആ ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം ബലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നപ്പാ. ലക്ഷ്യം തെറ്റാതെ അതേ നീതി സൂര്യനായ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട്, ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കുമ്പോൾ കർത്താവിൽ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. എല്ലാ മാനവും മഹത്വത്തോടും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നമ്മളെ പരിപാലിക്കട്ടെ. താങ്ക് യു സോ മച്ച്.